എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തത് നമ്മൾ കൺജങ്ഷൻ തന്നെയാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ. നമ്മൾ വളരെ ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം, ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ. അതിൽ വീണ്ടും നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ വരുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് ആ സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? സാധാരണ ഇഫ് ക്ലോസ് എന്നാണ് അതിനെ പറയുക. ഇഫ് ക്ലോസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദ മീനിങ് ഓഫ് ഇഫ് ഓൺ കണ്ടീഷൻ ദാറ്റ്, പ്രൊവൈഡഡ് ദാറ്റ്, എങ്കിൽ അഥവാ അങ്ങനെയാണെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ ഓർ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഒരു കണ്ടീഷനാണ് അവിടെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ 3 പോസിബിൾ കണ്ടീഷൻ. 3 കണ്ടീഷനാണ് സാധാരണ പോസിബിലിറ്റി ഉണ്ടാവുക. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് വാട്ട് ഈസ് കോൾഡ് ദ ലൈക്ക്ലി കണ്ടീഷൻ ഓർ പ്രോബബിൾ കണ്ടീഷൻ. സാധാരണ സംഭവിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറയുക അൺലൈക്ക്ലി കണ്ടീഷൻസ്, ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയും. അൺലൈക്ക്ലി, അത് സംഭവിക്കാൻ സാധ്യത കുറവാണ്, വളരെ റെയറായിട്ട് സംഭവിക്കാം. അതാണ് ആ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ഇമാജിനറി കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയാം. ഇമാജിനറി, അതായത് ഇമാജിനേഷനിൽ മാത്രം സംഭവിക്കുന്നതാണ്, സ്വപ്നത്തിൽ മാത്രം നടക്കുക, അത് യഥാർത്ഥത്തിൽ അത് നടക്കില്ല. അത്തരത്തിലുള്ള 3 കണ്ടീഷനാണ് സ്വതവേ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ലൈക്ക്ലി കണ്ടീഷൻ, അൺലൈക്ക്ലി കണ്ടീഷൻസ് ആൻഡ് ദ തേർഡ് വൺ ഇമാജിനറി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷനിൽ നമ്മളിത് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക? അപ്പോൾ ഇഫ് എന്നുള്ളതൊരു കൺജങ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ നമുക്കറിയാം മെയിൻ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. The main thing included that what is called main clause, and that's support of the main clause is called subordinate clause. അപ്പോൾ മെയിൻ ക്ലോസിനെ സബോർഡിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ സെക്കൻഡ് ചെയ്യണത് അല്ലെങ്കിൽ അതിനെ യോജിപ്പിക്കുന്നത്, സഹകരിക്കുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്, അനുബന്ധ വാക്യം എന്ന് പറയും. അത് ഇഫ് ക്ലോസ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അനുബന്ധ വാക്യമാണ്. മെയിൻ ക്ലോസ് വേറെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രാമർ പറയുന്ന സമയത്ത്, സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ലൈക്ക്ലി കണ്ടീഷൻ പറയും. അപ്പോൾ ലൈക്ക്ലി കണ്ടീഷനിൽ ഇൻ ലൈക്ക്ലി കണ്ടീഷൻ ക്ലോസ് ദ വെർബ് ഇൻ ദ ഇഫ് ക്ലോസ് ഈസ് ഇൻ പ്രസന്റ് ടെൻസ്. ഇഫ് ക്ലോസിൽ പ്രസന്റ് ആയിരിക്കും. ആൻഡ് ദ വെർബ് ഇൻ ദി മെയിൻ ക്ലോസ് ഈസ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ. വളരെ ക്ലിയർ ആണ്. സാധാരണ കണ്ടീഷൻ സംഭവിക്കുമെന്ന കണ്ടീഷനിലാണെങ്കിൽ, നോർമൽ കണ്ടീഷനാണെങ്കിൽ, ലൈക്ക്ലി കണ്ടീഷനാണെങ്കിൽ, പ്രോബബിൾ കണ്ടീഷനാണെങ്കിൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രധാനപ്പെട്ട വാക്യത്തിൽ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ. നിങ്ങൾക്കറിയാം ഷാൽ, വിൽ, ക്യാൻ, മേ പ്ലസ് വെർബായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇഫ് ക്ലോസിൽ ഡു ഓർ ഡസ് ഫോം, മെയിൻ ക്ലോസിൽ ഷാൽ, വിൽ, ക്യാൻ, മേ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഇതാണ് സാധാരണ ലൈക്ക്ലി കണ്ടീഷനിലെ വെർബിൻ്റെ സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ അൺലൈക്ക്ലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, സാധാരണഗതിയിൽ സംഭവിക്കില്ല, ഇംപ്രോബബിൾ എന്ന് പറയും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇൻ അൺലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ് പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇഫ് ക്ലോസ്, ആൻഡ് ഇൻ ദ മെയിൻ ക്ലോസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ ഇഫ് ക്ലോസിൽ, അൺലൈക്ക്ലി കണ്ടീഷൻ ക്ലോസിൽ, ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസും ഡിഡ് ഫോം ഓഫ് ദി വെർബും, മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് വെർബ്. ഇതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ, സാധിക്കാത്ത കണ്ടീഷൻ. അവിടെ ഇഫ് ക്ലോസിൽ
സാധാരണ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, മെയിൻ ക്ലോസിൽ ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വെർബ്, V3 ഫോം ഓഫ് ദി വെർബ്. ഇതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇമാജിനറി കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ ഷുഡ് ഹാവ് ഓർ വുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും ഉപയോഗിക്കുക. വളരെ സിമ്പിളാണ്. ഇഫ് ക്ലോസ് ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷനാണ്, 3 തരത്തിലുള്ള കണ്ടീഷനാണ്. നമുക്കിതിൻ്റെ എക്സാമ്പിൾ നമുക്ക് താഴെ നോക്കാം. യെസ്, ഇഫ് ക്ലോസിൽ ഫസ്റ്റ് ലൈക്ലി കണ്ടീഷൻ. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസ് ഷാൽ, വിൽ, ക്യാൻ, മേ പ്ലസ് വെർബ്. എക്സാമ്പിൾ നമ്പർ 1, ഐ ഹാവ് ദ മണി, ഐ വിൽ ബൈ എ സ്കൂട്ടർ. എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാനൊരു സ്കൂട്ടർ വാങ്ങും. ദാറ്റ് ഈസ് നോർമൽ ലൈക്ലി കണ്ടീഷൻ. ഇഫ് ഐ ഹാവ് ദ മണി, ഐ വിൽ ബൈ എ സ്കൂട്ടർ. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസിൽ ഷാൽ ഓർ വിൽ. ഐ ഡ്രോപ്പ് ദിസ് ഗ്ലാസ്, ഇറ്റ് വിൽ ബ്രേക്ക്. വളരെ ക്ലിയർ. ആ ഗ്ലാസ് താഴെ വീണു, അത് പൊട്ടും. ഇഫ് ഐ ഡ്രോപ്പ് ദിസ് ഗ്ലാസ്, ഇറ്റ് വിൽ ബ്രേക്ക്. ഐ ഇൻവൈറ്റ് ഹിം, ഹി വിൽ കം ടു മൈ ഹൗസ്. ഞാൻ ക്ഷണിച്ചു, അവൻ വന്നു. ദാറ്റ് ഈസ് നോർമൽ. I invite him, he will come to my house. If I invite him, he will come to my house. He runs to the station, he will get the bus. അവൻ സ്റ്റേഷനിലേക്ക് ഓടി, അപ്പോൾ അവന് ബസ് കിട്ടും. If he runs to the station, he will get the bus. You should work hard, then you will get high marks. നീ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ you will get the high marks. If you work hard, you will get high marks. ഇതൊക്കെ നോർമൽ കണ്ടീഷനാണ്, ലൈക്ലി കണ്ടീഷനാണ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസിൽ ഷാൽ, വിൽ, ക്യാൻ, മേ പ്ലസ് വെർബ്. ഇതാണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ. ഇഫ് ക്ലോസ് അൺലൈക്ലി കണ്ടീഷൻ. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ ഷുഡ്, വുഡ്, മൈറ്റ്, കുഡ് പ്ലസ് വെർബ്. ദെൻ നമ്പർ 1, he won the lottery, he would build a house. അവനൊരു ലോട്ടറി അടിച്ചു, അവൻ വീട് പണിതു. അവന് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ വീട് പണി. അത് സാധാരണഗതിയിൽ നടക്കാൻ സാധ്യത കുറവാണ്, നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സോ ഇഫ് ഹി വൺ ദ ലോട്ടറി, വൺ പാസ്റ്റ് ടെൻസ് ആണ്, ഹി വുഡ് ബിൽഡ് എ ഹൗസ്, വുഡ് പ്ലസ് വൺ. ഐ വെർ എ ബേർഡ്, ഐ മേ ഫ്ലൈ. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇഫ് ഐ വെർ എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. അത് സാധ്യത കുറവാണ്, അതുകൊണ്ട് അൺലൈക്ലി കണ്ടീഷൻ. ഇഫ് ക്ലോസിൽ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വൺ. I dropped this glass, it may break. If I drop this glass, it would break. അത് വളരെ റെയർ ആണ്, കാരണം അവൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തതുകൊണ്ട് താഴെ വീഴാൻ സാധ്യതയില്ല. താഴെ വീണാൽ അത് പൊട്ടും. We worked all night, we may finish in time. നമ്മൾ എല്ലാ രാത്രിയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരും. If we worked all night, we would finish in time. നന്നായിട്ട് രാത്രി മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് മൈറ്റ് റെയിൻ, ഓൾ ദ ഫാമേഴ്സ് വിൽ ഫീൽ ഹാപ്പി. മഴ പെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഫാർമേഴ്സ് ഹാപ്പി ആയിരിക്കും. സാധ്യത കുറവാണ്. അപ്പൊ ഇഫ് ഇറ്റ് റെയിൻഡ്, പാസ്റ്റ് ടെൻസ്, ഇഫ് ഇറ്റ് റെയിൻഡ് ഓൾ ദ ഫാമേഴ്സ് വുഡ് ഫീൽ ഹാപ്പി. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫാർമേഴ്സ് ഹാപ്പി ആയിരുന്നുണ്ടാവും. അത് റെയർ കേസാണ്, അതുകൊണ്ട് അൺലൈക്ലി ആണ്, ലൈക്ലി അല്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ ഷുഡ്, വുഡ്, മൈറ്റ് പ്ലസ് കുഡ് പ്ലസ് വെർബ്. ഇതാണ് സാധിക്കുക. ഓക്കെ. ഇഫ് ക്ലോസിൽ ഇമാജിനറി കണ്ടീഷൻ ഓർ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്, മെയിൻ ക്ലോസിൽ ഷുഡ് ഹാവ്, വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. Example number 1, you did not give me the money, I did not buy a car. നീ എനിക്ക് പൈസ തന്നില്ല, ഞാൻ കാർ വാങ്ങിച്ചില്ല. ശരിയാണ്, അവൻ പൈസ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ കാർ വാങ്ങിക്കില്ല. നടക്കാൻ സാധ്യത വളരെ ഇമ്പോസിബിൾ ആണ്. സോ ഇഫ് യു ഹാഡ് ഗിവൺ മീ ദ മണി, ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ. നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേനെ. ഇറ്റ് ഈസ്
if I had seen the signal, I would have stopped. ഞാൻ സിഗ്നൽ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തേനെ. ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഇനി നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും നടക്കില്ല. സംഭവിച്ചു കഴിഞ്ഞു എന്നർത്ഥം. They didn't listen carefully, they made this mistake. If they had listened carefully, they might not have made this mistake. They didn't listen carefully. അവരെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ലിസൺ കെയർഫുള്ളി. They made this mistake. അതുകൊണ്ട് അവർ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കി. If they had listened carefully, അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ they might not have made this mistake. അവർ ആ മിസ്റ്റേക്ക് വരുത്തായിരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു. ഇനി ആ മിസ്റ്റേക്കിന് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇന്നലത്തെ മിസ്റ്റേക്ക് ഇന്ന് ശരിയാക്കാൻ പറ്റില്ല. ഇന്നലത്തെ മിസ്റ്റേക്ക് ഇന്നലത്തെ തന്നെയാണ്, ഇന്നത്തെ അല്ല എന്നർത്ഥം. I had invited her, she would come. ഞാൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരും. If I had invited her, she would have come. ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ ഇന്നലെ വരേണ്ട കാര്യത്തിന് ഇന്ന് ക്ഷണിച്ചിട്ടും കാര്യമില്ല. ഇന്ന് ക്ഷണിച്ച ഇന്നേ വരുള്ളൂ. ഇന്നലെ വന്നിട്ടില്ല. അത് ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നിരുന്നേനെ. ഇന്നലെ വരാത്തതിന് കാരണം ക്ഷണിക്കാത്തതാണ്. അപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വന്നേനെ. ഇന്ന് ഞാൻ ക്ഷണിച്ചിട്ട് കാര്യമില്ല, കാരണം ഇന്ന് ക്ഷണിച്ച ഇന്നേ വരുള്ളൂ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞുപോയി. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. വി ഡിഡ്ന്റ് ഫൈൻഡ് ഹിം ഏർലിയർ, വി കുഡ് സേവ് ഹിം. ഞങ്ങൾ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വി കുഡ് സേവ് ഹിം, ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇഫ് വി ഹാഡ് ഫൗണ്ട് ഹിം ഏർലി, വി കുഡ് ഹാവ് സേവ്ഡ് ഹിം. അവനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ സേവ് ചെയ്യാമായിരുന്നു. ഇപ്പൊ കണ്ടില്ല, ഇനിയിപ്പോ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ കണ്ടിട്ടും കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. അതായത് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ചില കുട്ടികളൊക്കെ, ഈ ചെറിയ കുട്ടികളൊക്കെ വാശി പിടിക്കണ കാണാറുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാ വീടൊക്കെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റ കരച്ചില്ല. എന്താന്ന് ചോദിച്ചാൽ കുട്ടി പറയില്ല. കുറെ കഴിയുമ്പോൾ എന്താ പറയാ, ഇന്നലത്തെ സാക്ഷ ഇന്നിടണം, ഇന്നലത്തെ വാതിലിന്റെ സാക്ഷ ഇന്നിടണം. അത് നടക്കണ കാര്യമാണോ? കുട്ടി വാതിലൊക്കെ പൂട്ടിയിട്ട്, അമ്മ വാതിലൊക്കെ പൂട്ടി സാക്ഷിയൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ കുട്ടി ഒരു കരച്ചില്ല. എന്താ കരച്ചില്ലെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് എന്താ കുട്ടി പറയണെന്ന് വെച്ചാൽ ഇന്നലത്തെ സാക്ഷ ഇന്നിടണം എന്ന്. ഇന്നലത്തെ സാക്ഷ എങ്ങനെയാ ഇന്നിടുക? ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയൊക്കെ മനോരമ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ചിലപ്പോൾ എഴുതി വെക്കും ഇന്ത്യ പൊരുതി തോറ്റു 7-0 എന്നൊക്കെ പറയണ കേൾക്കാറില്ലേ? അപ്പൊ അവിടെ ഇന്ത്യ ഇന്ന് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നേനെ. ഇന്നലത്തെ കളി ഇന്ന് കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നലത്തെ കളി നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചേനെ. ഇന്നലത്തെ കളി ഇന്ന് കളിക്കാൻ പറ്റില്ല. ഇന്നത്തെ കളിയെ ഇന്ന് കളിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഇമാജിനറി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് if clause is past perfect, main clause should have, would have, might have, could have plus V3 form of the verb. Okay.